ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവരൊക്കെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനായുണ്ട്. ഇപ്പോൾ വിമാനത്താവളത്തിന് വെളിയിലേക്ക് രാമേന്ദ്രന്റെ ഭൗതിക ശരീരം എത്തിക്കുകയാണ്. രാമചന്ദ്രന്റെ ഭൗതിക ശരീരം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇടപ്പള്ളി മാമംഗലത്തുള്ള അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. പൊതുപ്രവർത്തകനും പ്രാദേശിക രാഷ്ട്രീയ നേതാവും ഒക്കെയായിരുന്നു എൻ രാമചന്ദ്രൻ. ഇന്നലെയാണ് 65 വയസ്സുള്ള രാമചന്ദ്രൻ കശ്മീരിൽ കൊല്ലപ്പെട്ടത്. റിയ ബേബിയാണ് വിവരങ്ങളുമായുള്ളത്. റിയ, സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി, അങ്ങനെ പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ പ്രമുഖരുടെ ഒരു വലിയ നിര ആദരാഞ്ജലികൾ അർപ്പിക്കാനായി വിമാനത്താവളത്തിൽ തന്നെ ഉണ്ട്. സംസ്കാര ചടങ്ങുകളും മറ്റുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ എൻ രാമചന്ദ്രന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി കാർഗോ കോംപ്ലക്സിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അല്പസമയം ഇവിടെ അന്തിമോപചാരത അർപ്പിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ പ്രാദേശികമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അവരാണ് ഇവിടെ ഇപ്പോൾ എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. നേരത്തെ തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ സംസ്ഥാന മന്ത്രിമാരായ പി പ്രസാദ്, ജില്ലാ കളക്ടർ, പ്രതിപക്ഷ സതീശൻ, ഐജിയുടെ മന്ത്രി, MLA എൽദോസ് കുന്നപ്പള്ളി MLA, റോജി അംഗം, നിരവധി ആളുകളാണ് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളും മൃതദേഹം ഏറ്റുവാങ്ങാൻ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിയിരുന്നു. വലിയ വേർപാടാണ്. നമുക്കറിയാം, ഒരു മലയാളി കൂടി കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ മുഴുവൻ അത് നാടാകെ ആ വേദനയിലായിരുന്നു. മകളുടെ മുൻപിൽ വെച്ച്, മകളുടെയും പേരക്കുട്ടികളുടെയും മുൻപിൽ വെച്ചാണ് എടപ്പള്ളി സ്വദേശിയും മലയാളിയുമായ രാമചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. കശ്മീരിൽ വെച്ച് വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് മകൾക്കും പേരക്കുട്ടികൾക്കും ഭാര്യയ്ക്കുമൊപ്പം കശ്മീരിലേക്ക് പോയതായിരുന്നു അദ്ദേഹം. അവിടെ വെച്ചാണ് ഭീകരാക്രമണം ഉണ്ടാവുകയും അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലയും കശ്മീരിലേക്ക് യാത്രയ്ക്കെത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ വാഹനത്തിനകത്ത് താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിയോഗ വാർത്ത അവരെ ഇപ്പോഴും കുടുംബം അറിയിച്ചിട്ടില്ല. ഗുരുതരമായി പരിക്കുകളുണ്ട് എന്ന വിവരമാണ് അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ ഇപ്പോഴും ബന്ധുക്കളും മറ്റും അറിയിച്ചിരിക്കുന്നത്. മക്കളും അതോടൊപ്പം തന്നെ മകൾ ആദ്രിയും പേരക്കുട്ടികളും ഭാര്യയും അടക്കമുള്ളവർ നെടുമ്പാശ്ശേരിയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ നേരെ ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് പോകും. രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, പാലാരിവട്ടത്തുള്ള വിനയ ആശുപത്രിയിലെ മോർച്ചറിയിലായിരിക്കും എത്തിക്കുക. വെള്ളിയാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നീട് ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ആ രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ അടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടറും ആലുവ റൂറൽ എസ് അടക്കമുള്ളവരും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു നേരത്തെ. എന്തായാലും ഈ വേർപാട് വലിയ വേദന ഉണ്ടാക്കിയിരുന്നു നാടിനെ ഒന്നാകെ. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അയൽക്കാരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. കാരണം
വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞ് ആളുകളോട് വളരെ പരിചിതനായിരുന്നു അദ്ദേഹം. ആ നാട്ടിലുള്ളവർക്കൊക്കെ പൊതുപ്രവർത്തന രംഗത്തൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ പ്രദേശത്തെ പരിപാടികളിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്ന ആളാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും അയൽവാസികളോടും ഒക്കെ കശ്മീർ യാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നത്. ഹൈദരാബാദിലെത്തുകയും അവിടെ നിന്ന് കശ്മീരിലേക്ക് പോവുകയുമായിരുന്നു. മകളും പേരക്കുട്ടികളും മുകളിലേക്ക് ട്രക്കിങ്ങുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അദ്ദേഹവും ഒപ്പം പോവുകയായിരുന്നു. അതിനിടയിലാണ് മകളുടെയും പേരക്കുട്ടികളുടെയും കൺമുന്നിൽ വെച്ച് ഭീകരാക്രമണത്തിൽ 65-കാരനായ എടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രൻ കൊല്ലപ്പെടുന്നത്. അത് അങ്ങേയറ്റം കുടുംബത്തിന് താങ്ങാനാകുന്നതിലും അപ്പുറമുള്ള വിയോഗമാണ്. നാടിനെ ഒന്നാകെ സങ്കടക്കടലിലെത്തിയ വിയോഗമാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനായാണ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം BJP പ്രവർത്തകൻ കൂടിയായിരുന്നു. കൗൺസിലേക്ക് ഉൾപ്പെടെ ഒരുപാട് നാൾ മുമ്പ് മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ ഒരുപാട് പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനും മൃതദേഹം ഏറ്റുവാങ്ങാനുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 2 മക്കളാണ് രാമചന്ദ്രന്. മകൻ അരവിന്ദ് ബാംഗ്ലൂരുവിൽ ജോലി ചെയ്യുകയാണ്. മകൻ അവിടെ നിന്ന് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. സഹോദരിക്കൊപ്പം അവർ വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുടുംബത്തിന്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക്, അത് മാത്രമല്ല മലയാളികൾക്കൊന്നാകെ വലിയ വേദന ഉണ്ടാക്കിയ ഒരു വിയോഗ വാർത്തയായിരുന്നു കശ്മീരിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞത്. മലയാളി ഉണ്ട് എന്ന സൂചനകൾ ആദ്യം വരുന്നു. പിന്നീടാണ് N. രാമചന്ദ്രൻ ഇടപ്പള്ളി സ്വദേശിയായ അദ്ദേഹത്തിനാണ് വെടിയേറ്റത് എന്ന വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 7:52-ന് എയർ ഇന്ത്യ വിമാനത്തിൽ എത്തിച്ചു. അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നു. ഒരുപാട് നേരം ഇവിടെ മൃതദേഹം വെക്കില്ല എന്നാണ് നമുക്കറിയുന്നത്. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനും മറ്റും അദ്ദേഹത്തെ കാണുന്നതിനുമുള്ള ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 5:30-6 മണിയോട് കൂടി തന്നെ ജില്ലാ കളക്ടർ NSK ഉമേഷ്, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും സംസ്ഥാന മന്ത്രിമാരും അടക്കമുള്ളവർ, BJP നേതാക്കൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. ബന്ധുക്കളെയൊക്കെ കാണുകയും സംസാരിക്കുകയും അവരുടെ വേദന പങ്കുചേരുകയും ഒക്കെ ചെയ്തിരുന്നു, ആശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നാടൊന്നാകെ ചേർന്ന് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ കൊച്ചി പാലാരിവട്ടത്തുള്ള റിനയ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക. നാളെ മറ്റു പൊതു ദർശനമോ മറ്റു ചടങ്ങുകളോ ഉണ്ടാകില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ കൂടി ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തേക്ക് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ അറിയിച്ചിട്ടില്ല. അധ്യാപികയാണവർ, അറിയിച്ചിട്ടില്ല. ഗുരുതരമായ പരിക്കുകൾ ഉണ്ട് എന്ന വിവരമാണ്. തീർച്ചയായും റിയ, എന്തായാലും മറ്റന്നാളാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാട് ഏറ്റുവാങ്ങിയിരിക്കുന്നു. N. രാമചന്ദ്രന്റെ മൃതദേഹം കൊച്ചിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ്. മന്ത്രിമാരും MLA മാരും MP മാരും ഒക്കെ ചേർന്ന്, രാഷ്ട്രീയ നേതാക്കൾ അടക്കം ചേർന്ന് ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്.